ഇപ്പോൾ പുറത്തൊക്കെ നല്ല മഴയുള്ള ടൈമാണല്ലേ. ഈ സമയത്ത് നല്ല ചൂട് കട്ടൻ ചായയും ഉള്ളിവടയും ഒക്കെ കഴിക്കാൻ കിട്ടിയാൽ നല്ല രസമായിരിക്കും. ഇനി ഈ ഉള്ളിവട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു ബൗളിൽ 3 സവാള നമുക്ക് ചോപ്പ് ചെയ്ത് ചേർക്കാം. അതിനോടൊപ്പം ഒരു 3 പച്ചമുളകും ചേർക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ച് ചേർത്ത് കൊടുക്കുക. ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ഒരു 6-7 ടേബിൾ സ്പൂൺ കടലമാവും കൂടെ ചേർക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സവാളയിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം കൊണ്ട് തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. വേറൊരു എക്സ്ട്രാ വെള്ളമൊന്നും നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിവടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഷേപ്പിൽ ഇതെല്ലാം ഉരുട്ടിയെടുക്കാം. ഞാൻ ഒരെണ്ണം കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാണ് ചെയ്തെടുത്തത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അതുപോലെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലും ചെയ്യാം, അല്ലാതെ റൗണ്ടായിട്ട് ഉണ്ട പോലെ ഉരുട്ടിയെടുക്കുകയും ചെയ്യാം. ഏതാണോ നിങ്ങൾക്ക് എളുപ്പം ആ രീതിയിൽ ചെയ്യാവുന്നതാണ്. ഇതുപോലെ റൗണ്ടായിട്ട് നമുക്കെടുക്കാം. ഇനി നമുക്ക് നല്ല തിളച്ച എണ്ണയിൽ ഓരോ ഉള്ളിവടയുടെ ബാറ്ററും ഇട്ട് കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടായിരിക്കണം കുക്ക് ചെയ്യേണ്ടത്. അല്ലെന്നുണ്ടെങ്കിൽ പുറം നല്ല രീതിയിൽ മുരിങ്ങിയിരിക്കും, അകം നന്നായിട്ട് വെന്തിട്ടും ഉണ്ടാവില്ല. അതുകൊണ്ട് തീ എപ്പോഴും കുറച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ഇനി ഓരോന്നായിട്ട് നമുക്ക് മാറ്റാം. അടുത്ത ബാച്ച് നമുക്കിട്ട് കൊടുക്കാം. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി അടുത്ത സൈഡ് മറിച്ചിട്ട് കൊടുക്കാം. ഇതും റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. അങ്ങനെ നമ്മൾ ഉള്ളിവടയൊക്കെ റെഡി ആയിട്ടുണ്ട്. അകം ഇതുപോലെ അത്യാവശ്യം നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നല്ല ചൂട് കട്ടൻ ചായയോടൊപ്പം മഴയൊക്കെ ആസ്വദിച്ച് കഴിക്കാവുന്നതാണ്. എല്ലാവർക്കും ഈ ഉള്ളിവട ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം.